നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പൂരനഗരിയെ ഇളക്കിമറിച്ച് നരേന്ദ്രമോദി, വരവേറ്റ് ആയിരങ്ങൾ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് പുതുക്കാട് മേഖലാ സമ്മേളനം തലോരിൽ സംഘടിപ്പിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയിൽ പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് സമീപം നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് പിറകിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് മാള പള്ളിപ്പുറം സ്വദേശി. പാലപ്പിള്ളി കുണ്ടായിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. ഹാരിസൺ ഓഫീസിന്റെ മതിൽ കാട്ടാനക്കൂട്ടം തകർത്തു. വാർത്തകൾ വിശദമായി. BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തി. പാർലമെന്റിൽ വനിതാ ബിൽ പാസാക്കിയതിന്റെ അനുമോദന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയത്. കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിലെ ഹെലിപാഡിൽ ഇറങ്ങിയ ശേഷം റോഡ് മാർഗമാണ് മോദി സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയത്. തേക്കിൻകാട് മൈതാനത്ത് മഹിളാ സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. കോൺഗ്രസും ഇടതു പാർട്ടികളും സ്ത്രീ ശക്തിയെ അവഗണിച്ചുവെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, പാവങ്ങൾ എന്നീ 4 വിഭാഗങ്ങളുടെ പുരോഗതിയാണ് BJP ലക്ഷ്യമാക്കുന്നതെന്നും മോദി പറഞ്ഞു. സമ്മേളനത്തിൽ 2 ലക്ഷത്തോളം വനിതകളാണ് പങ്കെടുത്തത്. പ്രധാനമന്ത്രി സംസാരിച്ച വേദിയിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളതും ശ്രദ്ധേയമായതുമായ വനിതകൾ പങ്കെടുത്തു. നടി ശോഭന, ഗായിക വൈക്കം വിജയലക്ഷ്മി, വ്യവസായി ബീന കണ്ണൻ, മറിയക്കുട്ടി, കായിക താരം PT ഉഷ, ക്രിക്കറ്റ് താരം മിന്നുമണി തുടങ്ങിയവർ വേദിയിലെത്തി. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, സുരേഷ് ഗോപി എന്നിവരും വേദി പങ്കിട്ടു. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, आजकल देश में मोदी की गारंटी की चर्चा है, लेकिन मैं मानता हूं देश की नारी शक्ति. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് പുതുക്കാട് മേഖലാ സമ്മേളനം തലൂരിൽ സംഘടിപ്പിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ ഉദ്ഘാടനം ചെയ്തു. COA പുതുക്കാട് മേഖലാ പ്രസിഡന്റ് ML ജോബി അധ്യക്ഷത വഹിച്ചു. P ഗോപകുമാർ സ്വാഗതം ആശംസിച്ചു. KS സന്തോഷ് അനുശോചന പ്രസംഗം നടത്തി. COA പുതുക്കാട് മേഖലാ സെക്രട്ടറി KI ഷീഫർ മേഖലാ സമ്മേളന റിപ്പോർട്ടും COA ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ റിപ്പോർട്ടും COA പുതുക്കാട് മേഖലാ ട്രഷറർ VB രമേശ് സാമ്പത്തിക റിപ്പോർട്ടും ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് KG രമേശും അവതരിപ്പിച്ചു. തുടർന്ന് പൊതുചർച്ച, മറുപടി പ്രസംഗങ്ങൾ എന്നിവയും നടന്നു. ശേഷം KCCL MD PP സുരേഷ് കുമാർ, COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ്, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, കേരള വിഷൻ തൃശൂർ ചെയർമാൻ PM നാസർ, KCCL ഡയറക്ടർ VP ബിജു, പുതുക്കാട് ഇൻഫോ നെക്സസ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ആന്റോ വി മാത്യു, ഒല്ലൂർ ന്യൂ വിഷൻ കേബിൾ TV നെറ്റ്വർക്ക് MD KJ ജോയ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ചടങ്ങിൽ നടന്നു. പുതുക്കാട് മേഖലാ പ്രസിഡന്റായി KI ഷീഫറിനെയും, വൈസ് പ്രസിഡന്റായി CR ബെന്നിയെയും, സെക്രട്ടറിയായി KS സന്തോഷിനെയും, ജോയിന്റ് സെക്രട്ടറിയായി KP റാഫേലിനെയും, ട്രഷററായി VB രമേശിനെയും തെരഞ്ഞെടുത്തു. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ 28 വർഷങ്ങൾ പിന്നിട്ടു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ആരംഭകാലഘട്ടങ്ങളിൽ നമ്മൾ നേരിട്ടിരുന്ന പ്രതിസന്ധികളെല്ലാം ഇന്ന് നേരിടേണ്ടി വരുന്നത് മുൻകാലഘട്ടങ്ങളിലേക്കാൾ ഉപരിയായി ഏറ്റവും ഒത്തൊരുമയോടെ കെട്ടോടുകൂടി കഴിഞ്ഞ 2 വർഷം മുമ്പ് നടന്ന സമ്മേളനങ്ങളിൽ അന്ന് അവതരിപ്പിച്ച കാര്യങ്ങളിൽ അപൂർവം ചില യൂണിറ്റുകൾ മാത്രം നടത്തിയിരുന്ന കോൺഗ്രസ് ഇന്നിവിടെ ഈ 14ാമത് മേഖലാ സമ്മേളനം നടക്കുന്ന സമയത്ത് നമ്മുടെ മേഖലയിലെ 90% യൂണിറ്റുകളിൽ കോമ്പറ്റീഷൻ നിലനിൽക്കുകയാണ്. നമ്മുടെ ശക്തിയെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന കാലത്ത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ആദ്യഘട്ടം നമ്മുടെ മേഖലാ സമ്മേളനങ്ങൾ എന്ന രീതിയിൽ ഇന്നലെ മുതൽ സംസ്ഥാനത്ത് 14 ജില്ലകളിലും ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നും എല്ലാ ജില്ലയിലും സമ്മേളനമുണ്ട്, നാളെയും എല്ലാ ജില്ലയിലും സമ്മേളനമുണ്ട്. എല്ലാ ആഴ്ചയിലും 3 ദിവസങ്ങളിലായി തുടർച്ചയായ സമ്മേളനം
തിരുത്താൻ പറ്റാത്ത ഒരു സത്യമാണ് മരണം. എല്ലാ കാലത്തിൽ സംഭവിക്കുമ്പോൾ നമ്മളെല്ലാം വളരെയധികം വേദനിപ്പിക്കുന്നു. ആദ്യമായിട്ട് തന്നെ ഇന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം സംഘാടക സമിതി രൂപീകരണ യോഗം തലോരിൽ നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ജില്ലാ സെക്രട്ടറി പി ആന്റണി സമ്മേളനം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചു. COA ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, പുതുക്കാട് മേഖലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഫെബ്രുവരി 8, 9 തീയതികളിൽ ചാലക്കുടിയിൽ വച്ചാണ് ജില്ലാ സമ്മേളനം നടക്കുക. ദേശീയപാതയിൽ പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് സമീപം നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് പിറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. മാള പള്ളിപ്പുറം കാഞ്ഞുത്തറ ജോയ് മകൻ 29 വയസ്സുള്ള റിജോ ആണ് മരിച്ചത്. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലപ്പിള്ളി കുണ്ടായിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. ഹാരിസൺ ഓഫീസിന്റെ മതിൽ കാട്ടാനക്കൂട്ടം തകർത്തു. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. ഓഫീസിന്റെ മുൻവശത്തെ മതിലാണ് തകർത്തത്. തെങ്ങുകളും കവുങ്ങുകളും ആനക്കൂട്ടം കുത്തിമറിച്ചിട്ടു. രാവിലെ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികളും ആനക്കൂട്ടത്തിന് മുൻപിൽ പെട്ടെങ്കിലും ഓടി മാറിയതുമൂലം വൻ അപകടം ഒഴിവായി. പിന്നീട് തൊഴിലാളികൾ ഒത്തുകൂടിയാണ് ആനക്കൂട്ടത്തെ പ്രദേശത്തു നിന്നും തുരത്തിയത്. കുട്ടികൾ ഉൾപ്പെടെ 20ഓളം ആനകളാണ് മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയത്. ദിവസങ്ങളായി ഈ ആനക്കൂട്ടം പ്രദേശത്ത് തമ്പടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ചില സമയങ്ങളിൽ ആനകൾ റോഡ് മുറിച്ചു കടക്കുന്നത് യാത്രക്കാരെ ആശങ്കയിലാക്കുന്നുണ്ട്. പകൽ സമയങ്ങളിലും ആനക്കൂട്ടം തോട്ടങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് മൂലം തൊഴിലാളികൾ ഭീതിയോടെയാണ് പണിക്കിറങ്ങുന്നത്. സ്കൂൾ കോമ്പൗണ്ടിൽ പാമ്പ് കയറിക്കൂടിയെന്ന് വിദ്യാർത്ഥികൾ. മണിക്കൂറുകൾ നീണ്ട തെരച്ചിൽ നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് പാമ്പും പൂച്ചയും തമ്മിൽ അടികൂടുന്ന കാഴ്ചയാണ് കുട്ടികൾ കണ്ടത്. ഭീതിയിലായ കുട്ടികൾ അധ്യാപകരെ വിവരം അറിയിച്ചു. സ്നേക്ക് റെസ്ക്യൂ ടീം അംഗമായ രജീഷ് നന്ദിപുലത്തെ സ്കൂൾ അധികൃതർ സഹായത്തിനായി വിളിച്ചു. ഉടൻ രജീഷ് നന്ദിപുലം സ്ഥലത്തെത്തുകയും കോമ്പൗണ്ടിൽ പാമ്പിനായുള്ള തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. പാമ്പിനെ കണ്ട കുട്ടികൾ സ്നേക്ക് റെസ്ക്യൂ ടീം അംഗത്തിനോട് പാമ്പിനെ കണ്ടത് എവിടെയാണെന്നും സാഹചര്യവും അടക്കം വിവരിച്ചു. സ്കൂളിന്റെ മതിലിനോട് ചേർന്നുള്ള പൊത്തിലടക്കം പരിശോധന നടത്തി. എന്നാൽ മണിക്കൂറുകളോളം ഒരു സ്കൂളിനെ മുഴുവൻ ആശങ്കയിലാക്കിയ പാമ്പിനെ കണ്ടെത്താനായില്ല. പുതുക്കാട് സഹൃദയ നഗർ റെസിഡൻസ് അസോസിയേഷൻ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് രാജേന്ദ്രൻ കിഴക്കൂടൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി തോമസ് മംഗലൻ, ട്രഷറർ ഡേവിസ് പുത്തൻപേടിക, എക്സിക്യൂട്ടീവ് അംഗം ജോൺസൺ അഷ്ടമി എന്നിവർ പ്രസംഗിച്ചു. ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടിയിൽ കലാപരിപാടികൾ അരങ്ങേറി. സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് 21 വയസ്സിന് ശേഷവും അവരുടെ സംരക്ഷണത്തിന് മാർഗനിർദ്ദേശം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് കേന്ദ്ര സർക്കാരിനാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത്. നിലവിലെ നിയമം അനുസരിച്ച് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് 21 വയസ്സുവരെ കുട്ടികൾ എന്ന പദവി നൽകാറുണ്ട്. എന്നാൽ ഇതിനുശേഷം ഇവരുടെ സംരക്ഷണത്തിനടക്കം സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള മാതാപിതാക്കളുണ്ടെന്നും അതിനാൽ ഇവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ പ്രത്യേക പദ്ധതി വേണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത്. മലയാളിയായ KRS മേനോനാണ് ഹർജിക്കാരൻ. പുതുവർഷത്തിലെ ആദ്യ ഇടിവിൽ സ്വർണ്ണവില. ചൊവ്വാഴ്ച 47,000 ഉയർന്ന സ്വർണ്ണവില ബുധനാഴ്ച 200 രൂപ കുറഞ്ഞ് 47,000 താഴേക്കെത്തി. 1 പവൻ സ്വർണത്തിന്റെ വില 46,800 രൂപയും ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 5,850 രൂപയുമായി. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇനി തൊഴിൽ വാർത്തകളും അറിയിപ്പുകളുമായി അവസരജാലകം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കസ്റ്റമർ സർവീസ് പുതുക്കാട് ഓഫീസിലേക്ക് പാർട്ട് ടൈം സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ക്വാളിഫിക്കേഷൻ +2 ഓർ എബവ്, ഏജ് 18 to 28. താല്പര്യമുള്ളവർ വിശദമായ ബയോഡാറ്റ hr@keralavisionisp.com എന്ന ഇമെയിലിലേക്ക് അയയ്ക്കുക. സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട്. പുതുക്കാടുള്ള സോളാറിസ് എനർജി സൊല്യൂഷൻസ് ഇന്ത്യ എന്ന സ്ഥാപനത്തിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 97405277 9447 641277 9746495663
ഇമെയിൽ info@solarisenergyindia.com. ഡിഫൻസ് അക്കാദമികളിൽ 400 അവസരം. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. പരീക്ഷ ഏപ്രിൽ 21-ന്. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക http://upsc.gov.in. തിരുവനന്തപുരം നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് പ്രൊജക്ട് അസോസിയേഷന്റെ ഒരൊഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും ജിയോളജി അല്ലെങ്കിൽ മറൈൻ ജിയോളജിയിൽ സ്പെഷ്യലൈസേഷനും. അവസാന തീയതി ജനുവരി 10. www.ncess.gov.in. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ ഗവേഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രൊജക്ട് ഫെല്ലോ തസ്തികയിൽ നിയമനം നടത്തുന്നു. ജനുവരി 5-ന് രാവിലെ 10 മണിക്കാണ് അഭിമുഖം. വെബ്സൈറ്റ് kfri.res.in. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5850 രൂപ, പവന് 46,800 രൂപ. പുലക്കാട്ടുകര പുളിക്കൽ സദാശിവൻ ഭാര്യ അംബിക അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ. മക്കൾ ശ്രീന്ധ, സനല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പൂരനഗരിയെ ഇളക്കിമറിച്ച് നരേന്ദ്രമോദി. വരവേറ്റ് ആയിരങ്ങൾ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് പുതുക്കാട് മേഖലാ സമ്മേളനം തലോരിൽ സംഘടിപ്പിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയിൽ പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് സമീപം നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് പിറകിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് മാള പള്ളിപ്പുറം സ്വദേശി. പാലപ്പിള്ളി കുണ്ടായിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. ഹാരിസൺ ഓഫീസിന്റെ മതിൽ കാട്ടാനക്കൂട്ടം തകർത്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30-ന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.